നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് +1 മാത്സിലെ 9th ചാപ്റ്ററായ സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മിസലേനിയസ് എക്സസൈസ് ആണ്. ഇതിൽ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി 3 വീഡിയോകളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ 21 മുതൽ 26 വരെയുള്ള 6 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ 21th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 21st ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ദ ഫോളോയിങ് സീരീസ് അപ് ടു n ടേംസ്. നമുക്ക് 2 സീരീസ് തന്നിട്ടുണ്ട്, അതിൻ്റെ സം n ടേംസുകളുടെ സം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് നമ്മൾ ഓൾറെഡി എക്സസൈസിൽ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന സീരീസ് എന്താണ്? 5 + 55 + 555 എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്ന ഒരു സീരീസാണ്. n ടേംസ് ഉണ്ട് അതിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെല്ലാത്തിലും നമ്മളൊരു 5 കോമൺ ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇതിലെത്ര വരും? 1 വരും. 55 5 പുറത്തേക്ക് എടുത്ത് 11 വരും. പിന്നെ 555 പുറത്തേക്ക് എടുക്കുമ്പോൾ 111 വരും. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആ ഒരു സീരീസ് അല്ലേ. അപ് ടു n ടേംസ് ഉണ്ട് എന്നുള്ളത് ഓർമ്മയിൽ വയ്ക്കുക. = നമ്മൾ ഇനി ഒരു 5 പുറത്തേക്ക് എടുത്തില്ലേ, ഇനി ഒരു 1/9 പുറത്തേക്ക് എടുക്കുക. അതായത് ഡിനോമിനേറ്ററിൽ ഒരു 9, പക്ഷെ നമുക്കറിയാം ഇവിടെ 9 ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് വരും നോക്കി? ഇവിടെ 9 വരും. നോക്കിയേ, 5/9 മൾട്ടിപ്ലൈഡ് വിത്ത് 9 ക്യാൻസൽ ചെയ്ത് നോക്കി. 9 9 ക്യാൻസൽ ആയിട്ട് നമുക്ക് 5 തന്നെ കിട്ടും അല്ലേ. അപ്പോൾ ഈ 9 പുറത്തേക്ക് എടുക്കാൻ അർത്ഥം അവിടെ ന്യൂമറേറ്ററിൽ ഒരു 9 വരും. അതുപോലെ 11ൻ്റെ സ്ഥാനത്ത് എന്ത് വരും? 99 വരും. അതുപോലെ 111ൻ്റെ സ്ഥാനത്ത് 999 വരും അല്ലേ. 999 പ്ലസ് എക്സെട്ര അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 9നെയൊക്കെ നമുക്ക് എങ്ങനെ എഴുതാം? 9നെ നമുക്ക് 10 - 1 എഴുതിക്കൂടെ? അപ്പോൾ ഇതൊരു സീരീസ് അരിത്തമെറ്റിക് പ്രോഗ്രഷനോ GPയോ ജോമെട്രിക് പ്രോഗ്രഷനോ അല്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിലേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവരികയാണ് ചെയ്യണത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 10 - 1 എഴുതി. 99 എങ്ങനെ എഴുതാം? 100 - 1 എഴുതാം അല്ലേ. പ്ലസ് 999 എങ്ങനെ എഴുതാം? 1000 - 1 എഴുതാം. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഈ സീരീസ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അടുത്ത ടേം 10,000 - 1 അങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കും അപ് ടു n ടേംസ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 5/9 നമ്മളിവിടെ കോമൺ ആയിട്ട് തന്നെ പുറത്തേക്ക് നിർത്തി. ഈ 10ഉം 100ഉം 1000ഉം ഒക്കെ നമുക്കൊന്ന് ഒരുമിച്ച് എഴുതാം. ഇതിന് നടുവിലൊക്കെ വെറുതെ മൈനസ് പ്ലസ് ഇത് മാത്രമേ ഉള്ളൂ അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ സൈൻ ഒന്നുമല്ല. അപ്പോൾ ഞാൻ ഈ 10 അതുപോലെ +100 അതൊക്കെ ഒന്ന് ഒരുമിച്ച് എഴുതി. +1000 +10,000 എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ പോവും. ആ ഒരു സീരീസ് ഞാൻ ഇവിടെ ഒരുമിച്ച് എഴുതി. പിന്നെ ഒരു മൈനസ് ഞാൻ എല്ലാത്തും. പിന്നെ ഉള്ളത് എന്താണ്? -1 -1 -1 അങ്ങനെ n ടൈംസ് -1 ഉണ്ട്. അപ്പോൾ ആ മൈനസും ഞാനൊന്ന് പുറത്തേക്ക് എടുത്തു. അപ്പോൾ അതൊക്കെ എന്തായി? +1 ആയില്ലേ. 1 + 1 + 1 എന്ന് പറഞ്ഞിട്ട് അപ് ടു n 1കൾ അവിടെ ഉണ്ട് അല്ലേ. n ടേംസ് അവിടെ ഉണ്ട്. അത് ശ്രദ്ധിക്കുക. വിച്ച് ഈസ് = 5/9 ഇൻറ്റു. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 10 + 100 + 1000 എന്ന് പറയുന്നത് ഇപ്പം നമുക്കതൊരു GP ആയില്ലേ. അതിൻ്റെ കോമൺ റേഷ്യോ എന്തായിട്ട് വരും? R = 10 അല്ലേ. അതുപോലെ നമ്മുടെ ഫസ്റ്റ് ടേം A എന്ന് പറയുന്നത് 10 തന്നെയാണ്. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന ഒരു GP ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ഇപ്പം നമുക്കത് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് അപ്പോൾ GPയുടെ സമ്മ് കാണാനുള്ള ഫോർമുല ഉണ്ടല്ലോ. എന്തായിരുന്നു നമ്മുടെ ആ ഫോർമുല? A × R എന്ന് പറയുന്നത് ഇവിടെ >1 ആണല്ലേ. 10 ഈസ് >1. അപ്പോൾ R⁻n - 1 ഡിവൈഡഡ് ബൈ R - 1 എന്ന് പറഞ്ഞ ഫോർമുല നമുക്ക് ഇനി അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ A എന്ന് പറയുന്നത് ഇവിടെ 10 ആണ്. 10 × R എന്ന് പറയുന്നത് 10 തന്നെയാണ്. അപ്പോൾ 2⁻n - 1 ഡിവൈഡഡ് ബൈ 10 - 1. അപ്പോൾ ഇത് അത്രയും നമ്മൾ ഇവിടെ കൊടുത്തു. ഇനി മൈനസ് ഇവിടെ 1 എത്ര ടൈംസ് ഉണ്ട്? n ടൈംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ എന്താണ്? -n അല്ലേ. σ1 എന്ന് പറയുന്നത് n ആണ്. വിച്ച് ഈസ് = അപ്പോൾ ഇനി നമുക്ക് ഇതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കിവിടെ ഇത് മാത്രം ചെയ്യാം. 5/9 ഇൻറ്റു 10 ഇൻറ്റു 10⁻n - 1 ഡിവൈഡഡ് ബൈ 10 - 1 എന്ന് പറയുന്നത് 9 എന്ന് എഴുതാം. പിന്നെ -n ഈ ബ്രാക്കറ്റ് ഇവിടെ എഴുതണം. കാരണം ഈ 5/9 എല്ലാത്തിനും കോമൺ ആണല്ലോ. അപ്പോൾ n-നും അത് ബാധകമാണ്. അപ്പോൾ -n. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. വേണമെങ്കിൽ നമുക്കൊരു 9 ഒരുമിച്ച് എഴുതിയിട്ട് 5/81 അങ്ങനെ വേണമെങ്കിൽ എഴുതാം. അല്ലാതെ പിന്നെ നമുക്കിത് n ടേംസ് ആയത് കാരണം പിന്നെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീരീസിൻ്റെ n ടേംസുകളുടെ സം ഇതാണ്. ഇനി നമുക്കിതുപോലെ വേറൊരു സീരീസ് ഇവിടെ തന്നിട്ടുണ്ട്. 0.6 + 0.66 + 0.666 എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്ന വേറൊരു സീരീസും. ഇതിൽ നമുക്ക് ഇതേപോലെ തന്നെ ഇതിൻ്റെ n ടേംസുകളുടെ സമ്മ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഇതിൽ നിന്ന് 6 ആണ് പുറത്തേക്ക് എടുക്കാൻ പോകുന്നത്. അപ്പോൾ സമ്മാണ് ഇവിടെ എഴുതണേ.
SN ഞാനൊരു 6 ഇതിൽ ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഈ 0.6 6 പുറത്തേക്ക് എടുത്ത ബാക്കി അവിടെ എന്തുണ്ട് 0.1. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ 0.6 കഴിഞ്ഞല്ലേ പ്ലസ്. അപ്പോൾ ഇവിടെ എന്ത് വരും 0.11 പ്ലസ് 0.111. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ് ടു n ടേംസ് വരെ. ഇനി മറ്റേതുപോലെ തന്നെ ഞാൻ ഇതിൽ നിന്ന് 6/9 1/9 പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ അത് എന്ത് വരും ഇതിപ്പോൾ നമുക്ക് 0.9 ആവൂലേ നോക്കിയേ 6/9 × 0.9 എന്ന് പറയുമ്പോൾ വീണ്ടും നമുക്ക് ഇതന്നെ വരും അല്ലേ. അത് പിന്നെ അടുത്ത ടേം 0.99 വരും, അടുത്ത ടേം 0.999, അങ്ങനെ ആ ടേം n ടേംസ് വരെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദിസ് ഈക്വൽ ടു ഈ 6/9 നമുക്കിവിടെ ക്യാൻസൽ ചെയ്തിട്ട് 2/3 എന്ന് എഴുതാം അല്ലേ. 3 നമുക്കിവിടെ 2 ടൈംസും 9 3 ടൈംസ്, അതപ്പോൾ 2/3 എന്ന് എഴുതി. ഇനി 0.9 എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം, അത് 9/10 ആണെന്ന്. അതുപോലെ 0.99 എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം 99/100 ആണെന്ന് അറിയാം. ഇതോ 999/1000 ആണെന്ന് അറിയാം. അപ്പോൾ ഇതിന് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് ഡെസിമലിൽ നിന്ന് നമ്മൾ ഫ്രാക്ഷൻ്റെ രൂപത്തിലേക്ക് മാറ്റി എഴുതിയെന്ന് മാത്രം. അപ് ടു n ടൈംസ് അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ 2/3 ഇൻറ്റു ഇനി 9/10 എങ്ങനെ നമുക്ക് എഴുതാം, നമുക്കിതൊരു GP AP ഒക്കെ ആക്കി മാറ്റണമല്ലോ. 9/10 എന്ന് പറയുന്നത് എന്താണ് 1 - 1/10 അല്ലേ. നോക്കിയേ നമ്മളിവിടെ 10 LC എടുക്കുമ്പം 10 - 1 ആയ 9/10 വരും, ശരിയല്ലേ. അപ്പോൾ 9/10 ഞാൻ എങ്ങനെ എഴുതി 1 - 1/10 എഴുതി. പ്ലസ് 99/100 എങ്ങനെ എഴുതാം 1 - 1/100, ശരിയല്ലേ. പ്ലസ് 999/1000 എങ്ങനെ എഴുതാം 1 - 1/1000 എന്ന് എഴുതാം. അങ്ങനെ ആ സീരീസ് പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. ഇസ് ഈക്വൽ ടു 2/3 ഇൻറ്റു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ വണ്ണുകളൊക്കെ ഒരുമിച്ച് എഴുതാം. ഇതിന് മിഡിൽ മൈനസ് പ്ലസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിനെ അറേഞ്ച് ചെയ്തിട്ട് എഴുതാം. വണ്ണുകളൊക്കെ ഞാൻ ആദ്യം ഒരുമിച്ച് എഴുതാം. അപ്പോൾ 1 + 1 എല്ലാം പ്ലസ് വണ്ണുകളാണ്. അത് അപ് ടു n ടേംസുകളുണ്ട്, n വണ്ണുകൾ അവിടെയുണ്ട്, അത് ഞാൻ ഒരുമിച്ച് എഴുതി. പിന്നെ ബാക്കി ഒരു -1/10 -1/100 അങ്ങനെ. അപ്പോൾ ആ മൈനസിന് ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ബാക്കി പിന്നെ അവിടെ എന്തുണ്ട് 1/10 പ്ലസ് 1/100 ഉണ്ട് പ്ലസ് 1/1000 പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ട് ആ സീരീസ് പോവും അല്ലേ. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഇതിലേക്ക് കിട്ടി അല്ലേ. 2/3 കോമൺ ആയിട്ട് എഴുതി. വണ്ണുകൾ എത്രയുണ്ട് n ടേംസ്, അപ്പോൾ നമുക്കതിനെ n കൊടുക്കാം. പിന്നെ ഇവിടുത്തെ ഈ മൈനസ് ഇട്ടു. ഇവിടെ നോക്കിയേ ഇപ്പോൾ നമുക്കൊരു GP ഇവിടെ കിട്ടിയില്ലേ. എന്താ GPയിൽ R എന്ന് പറയുന്നത് എന്താണ് R is equal to 1/10 അല്ലേ. 1/10 വെച്ചിട്ടല്ലേ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് പോണത്, വിച്ച് ഈസ് ലെസ് ദാൻ 1 ആണ്. നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നതും 1/10 തന്നെയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ഫോർമുല നമ്മൾ ഉപയോഗിക്കുക അല്ലേ. A × 1 - R⁴n ആ ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്, കാരണം R is less than 1 ആണ്. അപ്പം A എന്ന് പറയുന്നത് 1/10 ഇൻറ്റു 1 - 1/10⁻n ഡിവൈഡഡ് ബൈ 1 - 1/10. നമ്മൾ ജസ്റ്റ് ആ ഫോർമുലയിൽ കൊടുത്തു, വിച്ച് ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു n - 1/10 ഇൻറ്റു 1 - ഇത് നമുക്ക് n ആയ കാരണം ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് താഴെ എന്ത് ചെയ്യാം, നമുക്കിവിടെ LC എടുക്കാം അല്ലേ. 10 ഇവിടെ LC എടുക്കുമ്പോൾ എന്ത് വരും 10 - 1 10 - 1 എന്ന് പറയുമ്പോൾ ഇവിടെ എന്തെന്ന് എഴുതാം നമുക്ക് 9/10 വരൂ അല്ലേ. ഇതെന്ന് പറയുന്നത് എന്താണ് 9/10, ഞാനിവിടെ ഒറ്റയടിക്കത് എഴുതിയെന്ന് മാത്രം. വിച്ച് ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു n - അപ്പോൾ നമുക്ക് ഇവിടെ എന്തായി ഈ 9/10 നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് വരും, ഞാനിവിടെ എഴുതാം. ഓൾറെഡി ഇവിടെ ഒരു 1/10 ഉണ്ട്, ഡിവൈഡഡ് ബൈ 9/10 അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ എന്താവും അത് 10/9 ആവൂലേ. ഈ 10 മുകളിലേക്ക് വരും, 9 ഡിനോമിനേറ്റർ തന്നെ നിൽക്കും. ഇൻറ്റു 1 - 1/10⁻n. ഇവിടെ പിന്നെ പവർ n ആയ കാരണം നമ്മളൊന്നും ചെയ്യണ്ട. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു n - ഈ 10ഉം 10ഉം ക്യാൻസലായി പോയിട്ട് ബാക്കി അവിടെ 1/9 മാത്രമേ ഉള്ളൂ. പിന്നെ 1 - 1/10⁻n. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി പറയട്ടെ, ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് വേണമെങ്കിൽ 5/81 എന്ന് എഴുതാം. അങ്ങനെ 81 എന്ന് പറഞ്ഞിട്ട് എഴുതുമ്പോൾ നമുക്കിവിടെ n-ന് LC എടുത്തതിന് ശേഷം ഇവിടെ 81 എഴുതാൻ പാടുള്ളൂ, കാരണം n-ന് ഇവിടെ നമുക്ക് 9 ഇല്ല, ബൈ 9 ഇല്ല കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ അപ്പോൾ ഇവിടെ 9n വരും. അങ്ങനെ നിങ്ങൾ 81 എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതായിരിക്കും ഫൈനൽ ആൻസർ.
ഇവിടെ ഇതുപോലെ തന്നെയാണ്. ഈ 9 നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല, കാരണം n, അല്ലെങ്കിൽ പിന്നെ ഇവിടെ 9 എന്ന് പറഞ്ഞ് നമ്മൾ LC എടുത്തിട്ട് വേണം ഇങ്ങോട്ട് എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മുടെ 22nd ക്വസ്റ്റ്യനിലേക്ക് പോകാം. 22nd എന്ന് പറയുന്നത് ഫൈൻഡ് ദ 20th ടേം ഓഫ് ദ സീരീസ്. ഫൈൻഡ് ദ 20th ടേം, 20ാമത്തെ ടേം നമുക്കിവിടെ കണ്ടുപിടിക്കണം അല്ലേ. നമുക്കൊരു സീരീസ് തന്നിട്ടുണ്ട്. ഈ ഒരു പ്രോബ്ലം നമ്മൾ ഇതുപോലത്തെ മോഡൽ ചെയ്തിട്ടുണ്ട്. 2 × 4 + 4 × 6 + 6 × 8 എക്സെട്ര എന്ന് പറയുന്ന n ടേംസുകളുടെ ഒരു സീരീസ്. നമ്മൾ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, ആ സീരീസിന് നമ്മൾ 2 സീരീസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിൻ്റെ nth ടേം കാണുക. nth ടേം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ 20th ടേം ആണോ വേണ്ടെങ്കിൽ n-ൻ്റെ സ്ഥാനത്ത് 20 എന്ന് കൊടുക്കുക. സമ്മാണ് കാണണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് സിഗ്മ കൊടുക്കുക, TN. അതായത് നമ്മുടെ nth ടേമിൽ സിഗ്മ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമ്മ് കിട്ടും. n = 20 കൊടുത്തു കഴിഞ്ഞാലോ ഏത് ടേം വേണമെങ്കിൽ അതിനനുസരിച്ച് n-ന് വാല്യൂ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഇതിൻ്റെ ആദ്യം നമ്മൾ ഈ ഫസ്റ്റ് ടേമുകളൊക്കെ എടുത്തിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ nth ടേമാണ് വേണ്ടത്, T എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സീരീസ് എഴുതാം. 2, 4, 6 എന്ന് പറഞ്ഞൊരു സീരീസും, അടുത്തത് ഏതാ 4, 6, 8 എന്ന് പറയുന്ന രണ്ടാമത്തെ സീരീസും. അങ്ങനെ രണ്ടായിട്ട് നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ nth ടേമിന് ഞാനിവിടെ T എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് A എന്ന് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. TN = nth ടേം ഓഫ് നമ്മുടെ ആദ്യത്തെ സീരീസ് 2, 4, 6 മൾട്ടിപ്ലൈഡ് വിത്ത് nth ടേം ഓഫ്, ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ മിഡിൽ മൾട്ടിപ്ലിക്കേഷനാണ്. nth ടേം ഓഫ് 4, 6, 8 എന്ന് പറയുന്ന ഈ സീരീസും, വിച്ച് ഈസ് ഈക്വൽ ടു nth ടേം ഓഫ് 2, 4, 6. നമുക്ക് nth ടേം കാണാനറിയാലോ. ഇവിടെ നോക്കിയേ, ഇതൊരു AP ആണ് അല്ലേ. AP ആണ്. ഇതിൻ്റെ ഫസ്റ്റ് ടേം 2 ആണ്. കോമൺ ഡിഫറൻസ് എന്താ പറയുന്നത്, 2 വെച്ചിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്, 2+. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്, A + n - 1 × D. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. അപ്പോൾ A എന്ന് പറയുന്നത് എന്താണ്, 2, ഫസ്റ്റ് ടേം 2 അല്ലേ. n - 1 അതങ്ങനെ തന്നെ, നമ്മൾ nth ടേം ആണല്ലോ കാണുന്നത്. D എന്ന് പറയുന്നത് 2 തന്നെയാണ്. അപ്പോൾ അത് അവിടെ കൊടുത്തു. ഇനി ഇതേപോലെ ഇവിടുത്തെ nth ടേം ഇവിടെ നോക്കിയേ, ഇവിടെ A എന്ന് പറയുന്നത് 4 ആണ്. ഫസ്റ്റ് ടേം 4 ആണ്. കോമൺ ഡിഫറൻസ് 2 തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, 4 + n - 1 × 2 എന്ന് വരും. ഇനി നമുക്കിതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി അല്ലേ. നമുക്ക് ബ്രാക്കറ്റ് മാറ്റാം. 2 + 2n - 2 × 4 + 2n - 2. നമ്മൾ ആ ബ്രാക്കറ്റൊക്കെ ഒന്ന് മാറ്റി ഇതിനെങ്ങനെ എഴുതാം, 2n. ഈ 2ഉം -2ഉം ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. അപ്പോൾ ഇവിടെ 2n മാത്രമേ ഉള്ളൂ. ഇവിടെയോ 2n, 4ഉം -2 ആകുമ്പോൾ +2, 2n × 2n + 2. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് 20th ടേം കാണാൻ പറഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പുട്ട് n = 2. ഇത് നമ്മുടെ TN ആണ്. അപ്പോൾ നമുക്ക് T20 അല്ലെങ്കിൽ A20 എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പേര് കൊടുക്കാം. T20 = 2 is multiplied with 20, n-ൻ്റെ സ്ഥാനത്ത് 20 കൊടുത്തു. അതുപോലെ 2 is multiplied with 20 + 2. ഇവിടെ എന്ത് വരും, 40 × 40 + 2, അതായത് 40 is multiplied with 42 വരൂല്ലേ ഇവിടെ. അതിൽ ലാസ്റ്റ് ഇത് ചെയ്താൽ മതി. ഇറ്റ് ഈസ് ഈക്വൽ ടു 40 × 42 എത്ര വരിക, 1680. ഇതാണ് നമ്മുടെ 20th ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞുല്ലോ. അപ്പോൾ നമുക്ക് 23rd ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ദ സം അപ് ടു n ടേംസ് ഓഫ് ദ സീരീസ്. ഒരു സീരീസ് നമുക്ക് ഇതുപോലെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ സമ്മ് കാണണം, n ടേംസുകളുടെ സമ്മ് കാണണം. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇതൊരു APയോ GPയോ അല്ല. 3 + 7 + 13 + 21 ഒരു APയും അല്ല GPയും അല്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിൽ മാറ്റങ്ങൾ വരുത്തണം അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് മെത്തേഡ് ഓഫ് ഡിഫറൻസ്. എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ഒരു പ്രോബ്ലം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മെത്തേഡ് ഓഫ് ഡിഫറൻസ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമ്മ് കാണാൻ വേണ്ടിയിട്ട് S = ആദ്യം നമ്മളിതിനെ 3 + 7 + ഇങ്ങനെ തന്നെ എഴുതുക, 21 + 31 + എക്സെട്ര +TN, നമ്മുടെ ലാസ്റ്റ് ടേം TN. അടുത്തത് എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ഈ സെയിം സീരീസ് തന്നെ നമ്മൾ 7ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. 3 + സെയിം അത് തന്നെ, പക്ഷെ സെക്കൻഡ് ടേം തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുക. 3 + 7 + 13 + 21 + എക്സെട്ര. അപ്പോൾ ഈ TN-ൻ്റെ അവിടെ എന്താ വരിക, TN - 1 + TN. അപ്പോൾ ഇവിടെ കണ്ടോ, ഒരു ടേം ഇങ്ങനെയായിട്ട് വരും. ഇത് നമ്മൾ ഇതിൻ്റെ എന്ത് ചെയ്യണം, ഡിഫറൻസാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ S - S ഇവിടെ എന്ത് വരും, ഇവിടെ 0 വരും. നമ്മളിവിടെ ഡിഫറൻസാണ് കാണാം കേട്ടോ, മൈനസ് സബ്ട്രാക്ഷൻ. S - S 0. ഈ 3 ഇവിടെ ഒന്നുമില്ല അല്ലേ, അപ്പോൾ ഇത് 3 തന്നെയായിട്ട് വരും. പ്ലസ് 7 - 3 4 + 13 - 7 എന്ന് പറയുമ്പം 6, 21 - 13 എന്ന് പറയുമ്പം 8 അല്ലേ. അത് അങ്ങനെ പോയി. ഇവിടെ അതെന്ത് വരും,
ടി എൻ മൈനസ് 1. അപ്പോൾ ഇവിടെ എത്ര ടേംസ് വരുന്നുണ്ട്? n ടേംസുകൾ ഇവിടെ ഓൾറെഡി വരുന്നുണ്ട്. ലാസ്റ്റ് ടേം ഞാൻ എടുത്തിട്ടില്ല. n ടേംസുകൾ ഇതുപോലെ നമുക്കിങ്ങനെ ആഡ് ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ ഇത്രയും വരെ നമുക്ക് n ടേംസ് വരുന്നുണ്ട്. കണ്ടോ? പിന്നെ നമ്മളുടെ ഒരു ടേം ഇങ്ങോട്ട് നീക്കി എഴുതിയ കാരണം ആ ഒരു ടേം അവിടെ എന്തായിട്ട് വരും? മൈനസ് ആയിട്ട് വരിക അല്ലേ? നമ്മൾ സബ്ട്രാക്ഷൻ അല്ലേ നടത്തുന്നത്. മൈനസ് ടി എൻ വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ മൈനസ് ടി എൻ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ എന്തായി? ടി എൻ ഇസ് ഈക്വൽ ടു എന്നായി അല്ലേ? ടി എൻ ഇസ് ഈക്വൽ ടു 3 + 4 + 6 + 8 + എക്സെട്ര. അങ്ങനെ അത് n ടേംസ് വരെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇവിടെ മൊത്തം n ടേംസ് ഉണ്ട്. അതിൽ ഞാൻ ഒരു കാര്യം ചെയ്യാണ്. ഈ 4 + 6 + 8 തൊട്ടിട്ട് ഓക്കെ ആണ് അല്ലേ? പക്ഷേ ഈ 3 അവിടെ നിൽക്കുന്നത് ഒരു ചന്തല്ലേ. അപ്പോൾ 3നെ മാത്രം മാറ്റി നിർത്തി. അല്ല പ്ലസ് ആണല്ലോ. 4 + 6 + 8. അപ്പോൾ എത്ര ടേംസ് ആയി ഇവിടെ? ഒരു ടേം മൊത്തം n ടേംസ് ഉണ്ടായിരുന്നു. 3നെ ഞാൻ മാറ്റി നിർത്തി. അപ്പോൾ ഇവിടെ n-1 ടേംസ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. കാരണം ഇത് നോക്കുമ്പോൾ എനിക്കൊരു AP പോലെ തോന്നുന്നുണ്ട് അല്ലേ? അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. അത് കാരണം 3നെ മാറ്റി നിർത്തി. വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് എന്ത് ചെയ്യാം? 3 + ഇതിനെ നമുക്ക് നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്തുകൂടെ? നമ്മുടെ സമ്മിൻ്റെ ഫോർമുല. നമുക്ക് സമ്മ് കാണാനുള്ള ഫോർമുല എന്താണ്? 4 + 6 + 8. ഇവിടെ സമ്മാണല്ലോ പറയുന്നത് അല്ലേ? നമ്മളെല്ലാം ആഡ് ചെയ്യാണ് ചെയ്യണത്. എന്താ സമ്മിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്? n/2 × 2a + n-1 × d. അതിൽ a എന്ന് പറയുന്നത് ഇവിടെ ഫസ്റ്റ് ടേം 4 ആണ്. കോമൺ ഡിഫറൻസും 2 ആണ് അല്ലേ? കോമൺ ഡിഫറൻസ് 2 ആണ്. 2 വെച്ചിട്ടാണ് അവിടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പക്ഷേ ഇവിടെ n ടേംസ് ഇല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. n-1 ടേംസ് ഉള്ളൂ. അപ്പോൾ n-ൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? n-1 എന്ന് കൊടുക്കണം. അത് നമുക്കിത് എഴുതാം. 3 + നമ്മുടെ ഫോർമുല കൊടുക്കുകയാണ്. n/2 n-ൻ്റെ സ്ഥാനത്ത് n-1/2 × 2 × a എന്ന് പറയുന്നത് എന്താണ്? 4 ഫസ്റ്റ് ടേം പ്ലസ് n-ൻ്റെ സ്ഥാനത്ത് വീണ്ടും n-1. പിന്നെ വീണ്ടും അത് കൂടാതെ ഒരു -1 ഉണ്ട് അല്ലേ? പിന്നെ d എന്ന് പറയുന്നത് 2 is equal to 3 + n-1 × 2 × ഇവിടെ എന്ത് വരും? 8 വരും അല്ലേ? പ്ലസ് n-1 എന്ന് പറയുമ്പം n-2 വരും. n-2 × 2 എന്ന് വരും. നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റൊക്കെ ഒന്ന് ശരിയാക്കണ്ടേ? 3 + n-1 × 2 × 8 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2n - 4 എന്ന് വരും. 3 + n-1 × 2 × എന്തായി? 2n + 8 വരും അല്ലേ? +8 ഉം -4ഉം 2n + അല്ല 8 അല്ല 2n + 4. 8 - 4 എന്ന് പറയുമ്പോൾ 4. 2n + 4 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കിത് നമ്മുടെ TN ആണ് കേട്ടോ. ഇനി ഇതിൽ നമ്മൾ സിഗ്മ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സമ്മ് കിട്ടും അല്ലേ? അപ്പോൾ ഇതിനൊന്നും നമുക്കൊന്ന് ശരിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 3 + n-1 × 2. ഇതിൽ നമുക്കൊരു 2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തുകൂടെ? അപ്പോൾ എന്ത് വരും ഇവിടെ? n + 2 വരും അല്ലേ? 2 പുറത്തേക്ക് എടുക്കും. ആ 2ഉം ഈ 2ഉം തമ്മിൽ നമുക്ക് ക്യാൻസലായി. വിച്ച് ഈസ് ഈക്വൽ ടു 3 + ഇത് നമുക്ക് n-1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. n-1 × n + 2 ആണ് അല്ലേ? അപ്പോൾ ഇത് അപ്പോൾ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ബ്രാക്കറ്റ് അവിടെ റിമൂവ് ചെയ്യുമ്പോൾ എന്തായി? n × n n² + 2n -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -n - 2 വിച്ച് ഈസ് ഈക്വൽ ടു നമ്മുടെ n² ഉണ്ട്. 2nഉം -n ആവുമ്പോൾ എന്തായി? +n വരും. 3ഉം -2 ആവുമ്പം +1 വരും. അപ്പോൾ ഇതാണ് നമ്മുടെ TN എന്ന് നമുക്ക് കിട്ടി. നമ്മുടെ nth ടേം. അപ്പോൾ nth ടേമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് ഇതിൽ എന്താ സമ്മ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കണം. അപ്പോൾ അത് എന്ത് ചെയ്യണം? സിഗ്മ TN. ഇങ്ങനത്തെ മോഡലൊക്കെ നമ്മൾ കഴിഞ്ഞ എക്സസൈസിൽ ചെയ്തിട്ടുണ്ട് അല്ലേ? അതായത് സിഗ്മ n² + n + 1. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുക. സിഗ്മ n² + സിഗ്മ n + സിഗ്മ 1. സിഗ്മ n² ഫോർമുല നമുക്കറിയാലോ. എന്താണ് ആ ഫോർമുല? n × n + 1 × 2n + 1 / 6 അല്ലേ? നമ്മൾ സിഗ്മ n², സിഗ്മ n, സിഗ്മ n³ ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? പ്ലസ് സിഗ്മ n എന്താണ്? n × n + 1 / 2. പിന്നെ സിഗ്മ 1 എന്ന് പറയുന്നത് എന്താണ്? 1 + 1 + 1 up to n ടേംസ് അല്ലേ? അപ്പോൾ നമ്മുടെ n. ഇനി നമുക്കത് ചെയ്താൽ മതി. ജസ്റ്റ് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? ഇതിലെല്ലാത്തിനും കോമൺ ആയിട്ട് n മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ n-ന് നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ബാക്കി ഇതിൽ എന്തുണ്ട്? n + 1 × 2n + 1. അത് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. n × 2n. അപ്പോൾ 2n² + n + 2n + 1. ഞാൻ ബ്രാക്കറ്റ് ജസ്റ്റ് ഒന്ന് മാറ്റി / 6. പ്ലസ് ഇവിടെ n കഴിഞ്ഞ ബാക്കി n + 1/2. ഇവിടെ പിന്നെ ബാക്കി 1 മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് 6 നമുക്ക് എന്തായിട്ട് എടുക്കാം? കോമൺ ആയിട്ട് LCM ആയിട്ട് എടുക്കാം അല്ലേ?
6 നമ്മളിവിടെ LC ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഈ പേപ്പറിൽ എഴുതാം ബാക്കി. ഇവിടെ ഞാൻ 6 LCM കോമൺ ആയിട്ട് എടുക്കുകയാണ്. ഇവിടെ n ഇവിടെ പുറത്തുണ്ട്. ഇനി നമുക്കിവിടെ എന്ത് എഴുതാം? 2n² പ്ലസ് ഇതിന് നമുക്ക് 3n എഴുതാം അല്ലേ? 2n + 2n 3n + 1. അവിടെ പക്ഷേ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലസ് ഇവിടെ എന്താ ഓൾറെഡി 2 ഉണ്ട്. അപ്പോൾ ബാക്കി എത്രയാണ്? 3 ആണ്. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3n + 3 പ്ലസ് ഇവിടെ നമുക്ക് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ 6 നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. ഇനി എന്ത് വരും ഇതിൽ? n × 2n² വരുന്നുണ്ട്. പ്ലസ് 3nഉം 3nഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6n വരും. പിന്നെ 1 + 3 4 + 6 10 വരും. ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. ഇനി നമുക്കിതിനെ എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് നമുക്കൊരു 2 നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം അല്ലേ? അപ്പോൾ ഓൾറെഡി n ഇവിടെ ഉണ്ട്. അപ്പോൾ 2n നമ്മൾ കോമൺ ആയിട്ട് 2 നമ്മൾ പുറത്തേക്ക് എടുക്കും. ബാക്കി ഇവിടെ n² ഉണ്ട്. 6nൽ 2 കറിയുമ്പോൾ ബാക്കി 3n ഉണ്ട്. 10ൽ ബാക്കി 5 ഉണ്ട്. ഡിവൈഡഡ് ബൈ 6 എന്നുണ്ട്. ഇനി 6ഉം 2ഉം തമ്മിൽ നമുക്ക് ആൻസർ ചെയ്യുമ്പോൾ ബാക്കി എത്ര വരും? ഇവിടെ 3 വരും. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടി? n × n² പ്ലസ് 3n + 5 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അതായത് ഈ ഒരു സീരീസിൻ്റെ സം എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് 24th ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ 24th ക്വസ്റ്റ്യൻ? If S1, S2, S3 are the sum of first n natural numbers, their square and their cubes respectively, show that 9n2s2² is equal to S3 × 1 + 8s1 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? S1 എന്ന് പറയുന്നത് സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, അതായത് 1 + 2 + 3 + എക്സെട്ര അപ് ടു n വരെ n നാച്ചുറൽ നമ്പേഴ്സ്. അതാണല്ലോ നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ്. അതിൻ്റെ സമ്മ് അതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സിഗ്മ എന്ന് എഴുതാം അല്ലേ? അതെ, അത് എത്രയാണ്? S1 = σn നമുക്കറിയാമല്ലോ. n × n + 1/2 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. S1 എന്ന് പറയുന്നത് ഇതാണ്. ഇനി S2 എന്ന് പറയുന്നത് എന്താണ്? അവയുടെ സ്ക്വയറുകളുടെ സമ്മ്. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, അതായത് നമ്മുടെ സിഗ്മ n². ഇതും എന്താണെന്ന് നമുക്കറിയാലോ. n × n + 1 × 2n + 1 ഡിവൈഡഡ് ബൈ 6. ഇതാണ് നമ്മുടെ S2 എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനി നമ്മുടെ S3 എന്ന് പറയുന്നത് എന്താണ്? ഇവയുടെ ക്യൂബുകളുടെ സം ഓഫ് ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, അതായത് സിഗ്മ n³ ഇതെന്ന് പറയുന്നത് എന്തായിരുന്നു? S3 = n × n + 1/2 ഹോൾ സ്ക്വയർ. n × n + 1/2 ദ ഹോൾ സ്ക്വയർ. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്നും കൊടുക്കാം. ഇത് 3 നമുക്ക് തന്നിരിക്കുന്നത്. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് 9s2² is equal to S3 × 1 + 8s1. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മളിതിൻ്റെ RHS ആണ് തുടങ്ങുന്നത്. RHS നിന്ന് LHSലേക്ക് പോകാമല്ലോ. RHS എടുത്തു. S3 × 1 + 8s1. ഇനി നമ്മൾ 9s2² നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഇനി നമുക്ക് S3യും S1ഉം എന്താണെന്ന് അറിയാലോ. അത് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. S3 എന്താണ്? n × n + 1/2 the whole square into 1 + 8 into S1 എന്താ? നമ്മുടെ S1 എന്ന് പറയുന്നത് n × n + 1/2. നമ്മുടെ S3യുടെയും S1ൻ്റെയും വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുത്തു. വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഒരു സിംപ്ലിഫിക്കേഷൻ ചെയ്യാമല്ലോ. ഇവിടെ 2 ഇവിടെ 8ൽ 4 ടൈംസ് പോകും അല്ലേ? അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. n × n + 1/2 the whole square into 1 + 4n × n + 1 എഴുതാം. ഇനി അടുത്ത ട്രിപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ബ്രാക്കറ്റ് ഇവിടെ നമുക്ക് മാറ്റി കൊടുക്കാം അല്ലേ? ബ്രാക്കറ്റ് നമ്മളിവിടെ മാറ്റാൻ പോവാണ്. ഇത് അങ്ങനെ തന്നെ എഴുതാം. n × n + 1/2 the whole square into 1 + 4n നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 4n² + 4n കിട്ടും കേട്ടോ. 4n² + 4n + 1 കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു, ഈ സൈഡ് അതുപോലെ തന്നെ എഴുതാം. n × n + 1/2 the whole square into 4n² + 4n + 1 എന്ന് പറയുന്നത് എന്താണ്? 2n + 1 the whole square ആണ്. എന്താണ്? 2n + 1 whole squareൻ്റെ എക്സ്പ്ലനേഷൻ നോക്കി നോക്കിയേ. അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയേ.
എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് 4n² പ്ലസ് 1 പ്ലസ് 2 ഇൻറ്റു 2n 4n ശരിയല്ല. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം 2n പ്ലസ് 1 ഹോൾ സ്ക്വയറിന് എഴുതാം. ഇനി മൾട്ടിപ്ലൈയിങ് ആൻഡ് ഡിവൈഡിങ് ബൈ 9 ഒരു 9 നമുക്കിവിടെ ഒരു 9s² ഉണ്ട് അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു രീതിയിലാണ് പിന്നെ ചെയ്യുന്നത്. നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താം. മൾട്ടിപ്ലൈയിങ് ആൻഡ് ഡിവൈഡിങ് ഒരേ സമയം നമ്മൾ അങ്ങനെ ചെയ്യണം അല്ലേ. ഡിവൈഡിങ് ബൈ 9 മൾട്ടിപ്ലൈയിങ് ആൻഡ് ഡിവൈഡിങ് ബൈ 9. ഇവിടെ 9 ഇൻറ്റു ഇവിടെ എന്തുണ്ട് ഇതിന് നമ്മൾ സെപ്പറേറ്റ് സ്ക്വയർ കൊടുക്കുക n² ഇൻറ്റു n പ്ലസ് 1 ഹോൾ സ്ക്വയർ ബൈ 4. ഞാൻ ഈ സ്ക്വയർ എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു. ഇൻറ്റു ഇവിടെ എന്തുണ്ട് 2n പ്ലസ് 1 ഹോൾ സ്ക്വയർ ബൈ ഒരു 9 കൊണ്ട് നമുക്ക് ഡിവിഷൻ നടത്തണം. അപ്പോൾ ഈ 9 ക്യാൻസലായി പോയപ്പോൾ നമ്മുടെ പഴയ ആൻസർ തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം. ഇതിൽ നമ്മൾ 9 ഇൻറ്റു ഈ 9 നമുക്കിവിടെ വേണം. അപ്പോൾ ഈ 9 നമ്മളിവിടെ പിടിച്ച് നിർത്തി. ഇതൊന്നും ക്യാൻസൽ ചെയ്യാൻ പാടില്ല. ഇനി ഇവിടെ എന്താ ചെയ്യാം നമുക്ക് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഈ സ്ക്വയർ എല്ലാത്തിനും ഇവിടെ ഒരു സ്ക്വയർ വരുന്നുണ്ട് അല്ലേ. ഈ 9 4s ഇവിടെ എന്ത് വരും 36 എന്ന് വരും. ഇവിടെ n² n ഇൻറ്റു n പ്ലസ് 1നും സ്ക്വയർ ഉണ്ട്. അപ്പോൾ n പ്ലസ് 1 ഇൻറ്റു ഇതിനും സ്ക്വയർ ഉണ്ട് 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഇതും 4 ഇൻറ്റു 9 എത്രയാണ് 36ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 6 ആണ് അല്ലേ. ഇതെല്ലാത്തിനും കോമൺ ആയിട്ട് ഞാൻ ഹോൾ സ്ക്വയറിന് കൊടുത്തു. ശരിയല്ല എല്ലാ സ്ക്വയറും കൂടി ഒരുമിച്ച് എടുത്ത് കൊടുത്തു എന്ന് മാത്രം. വിച്ച് ഈസ് ഈക്വൽ ടു ഇതെന്ന് പറയുന്നത് എന്താണ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു നോക്ക് 2n പ്ലസ് 1 ബൈ 6 എന്ന് പറയുന്നത് നമ്മുടെ s2 ആണ്. അപ്പോൾ അതിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം s2 എന്ന് കൊടുക്കാം. പിന്നെ സ്ക്വയർ കണ്ട 9s². ഇതല്ലേ ആയിരുന്നു നമ്മുടെ LHS. അപ്പോൾ നമ്മൾ RHS എടുത്തിട്ട് LHS പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് 25th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ദ സം ഓഫ് ദ ഫോളോയിങ് സീരീസ് അപ് ടു n ടേംസ്. നമുക്കിതിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ സമ്മ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. സമ്മ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം. നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇതിൻ്റെ nth ടേം കണ്ടുപിടിക്കും Tn. എന്നിട്ട് നമ്മൾ അതിൽ സിഗ്മ അപ്ലൈ ചെയ്യും അല്ലേ. അപ്പോൾ nth ടേം കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് nth ടേം ഓഫ് ന്യൂമറേറ്ററിൻ്റെയും സെപ്പറേറ്റിൻ്റെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ്. nth ടേം ഓഫ് ന്യൂമറേറ്റർ nth ടേം ഓഫ് നമ്മുടെ ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ nth ടേം ഓഫ് ഡിനോമിനേറ്റർ അങ്ങനെ സെപ്പറേറ്റ് കാണുകയാണ്. ന്യൂമറേറ്ററിൽ നോക്കി എന്തായിരിക്കും ഇവിടെ nth ടേമിൽ വരിക 1³ പ്ലസ് ഇതിങ്ങനെ പോവുകയാണെങ്കിൽ 2³ പ്ലസ് 3³ പ്ലസ് എക്സെട്ര പ്ലസ് n³ അല്ലേ. നമ്മുടെ nth ടേമിൽ അതാണ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് കിട്ടി nth ടേം ഏതാണെന്നുള്ളത്. ഇത് പോവുകയാണെങ്കിൽ എന്താ വരിക ഡിനോമിനേറ്ററിൽ ഫസ്റ്റ് ടേം 1 സെക്കൻഡ് ടേമിൽ വന്നപ്പോൾ 1 + 3 തേർഡ് ടേമിൽ വന്നപ്പോൾ 1 + 3 + 5. ഇവിടെ എന്ത് വരും 1 + 3 + 5 + എക്സെട്ര പ്ലസ് n ടേംസ് അല്ലേ. അങ്ങനത്തെ n ടേംസുകൾ ഉണ്ടാവും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക സീരീസ് n ടേമുകൾ അതിലുണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു ഇതെന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സിഗ്മ n³ അല്ലേ. 1³ പ്ലസ് 2³ n³ ക്യൂബുകളുടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബുകളുടെ സം അല്ലേ. അപ്പോൾ അതിന് നമുക്ക് സിഗ്മ n³ എന്ന് എഴുതാം. നമ്മൾ Tn ന്യൂമറേറ്റർ സിഗ്മ n³ എന്ന് എഴുതി. ഡിനോമിനേറ്റർ നോക്കിയേ. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഒരു AP ആണ് അല്ലേ. ഇത് നോക്കിയേ ഒരു AP ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 കോമൺ ഡിഫറൻസ് 2 വെച്ചിട്ട് അവിടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ സമ്മ് കാണാനുള്ള ഫോർമുല എന്താ n/2 ഇൻറ്റു n ടേംസ് ഉണ്ട് 2 ഇൻറ്റു a അല്ലേ. നമ്മുടെ ആ ഫോർമുലയിൽ ജസ്റ്റ് അപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു a എന്ന് പറയുന്നത് 1 ആണ് പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. ജസ്റ്റ് ആ ഫോർമുലയിൽ കൊടുത്തു. ന്യൂമറേറ്റർ നമ്മൾ സിഗ്മ n³ എന്ന് എഴുതി. വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ n³ ഡിവൈഡഡ് ബൈ n/2 ഇൻറ്റു 2 പ്ലസ് ഇവിടെ നമുക്ക് ആ ബ്രാക്കറ്റ് മാറ്റി കൊടുക്കാം അല്ലേ 2n - 2 വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ n³ ഡിവൈഡഡ് ബൈ ഈ 2 - 2 ക്യാൻസലായി പോയി. ബാക്കി ഇവിടെ എന്തുണ്ട് n/2 ഇൻറ്റു 2n. അപ്പോൾ വീണ്ടും 2ഉം 2ഉം ക്യാൻസലായി പോയി. ബാക്കി പിന്നെ അവിടെ എന്താ ഉള്ളത് n² ഉണ്ട്. സിഗ്മ n³ ന്യൂമറേറ്ററിലും ബാക്കി ഡിനോമിനേറ്ററിലൊരു n². ഇതാണ് നമ്മുടെ nth ടേം Tn എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇനി സിഗ്മ n³ വാല്യൂ കൊടുക്കണം. അതിങ്ങനെ ഇടാൻ പറ്റില്ല. നമുക്ക് ഇനി ഇതിൽ വീണ്ടും സിഗ്മ അപ്ലൈ ചെയ്യാണ്ട് അല്ലേ നമ്മുടെ സം എന്ന് പറയുമ്പോൾ. അപ്പോൾ സിഗ്മ n³ എന്താണ് n ഇൻറ്റു n പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ പിന്നെ നമ്മുടെ ഡിനോമിനേറ്ററിലത്തെ ഒരു n². അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ എന്താ എഴുതാൻ നമുക്ക് സെപ്പറേറ്റ് ഇത് കൊടുക്കുകയാണ് n² ഇൻറ്റു n പ്ലസ് 1 ഹോൾ സ്ക്വയർ ബൈ 2² എന്ന് പറയുന്നത് 4 പിന്നെ n² ഡിനോമിനേറ്ററിൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ Tn nth ടേം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് n² വീണ്ടും ക്യാൻസൽ ചെയ്ത് കളയുകയും ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടി. പക്ഷേ ഇവിടെയും വെച്ച് നിർത്താൻ പറ്റില്ല. നമുക്ക് സിഗ്മ കൊടുക്കണമെങ്കിൽ നമ്മൾ ആ ബ്രാക്കറ്റൊക്കെ മാറ്റണം. അപ്പോൾ 1/4 ഇൻറ്റു n പ്ലസ് 1 ഹോൾ സ്ക്വയറിനെ എങ്ങനെ എഴുതാം n² പ്ലസ് 2n പ്ലസ് 1. അപ്പോൾ ഇതാണ് നമ്മുടെ Tn എന്ന് പറയുന്നത്.
1/4 ഇൻറ്റു എൻ സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1. ഇനി നമുക്കിതിൽ എസ് കാണാൻ എന്ത് ചെയ്യാം? എസ് എന്ന് പറയുന്നത് സിഗ്മ ടി എൻ ആണ്. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു സിഗ്മ. അപ്പോൾ നമ്മൾ ഇനി സിഗ്മ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 1/4 ഇങ്ങോട്ട് നമുക്ക് മാറ്റി നിർത്താം. പിന്നെ എന്ത് വരും? സിഗ്മ എൻ സ്ക്വയർ പ്ലസ് 2. 1/4 എല്ലാത്തിനും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് കോമൺ ആയിട്ട് കൊടുത്തു. പിന്നെ സിഗ്മ എൻ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു സിഗ്മ എൻ പ്ലസ് സിഗ്മ 1 വിച്ച് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു സിഗ്മ എൻ സ്ക്വയർ എന്തായിരുന്നു? എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 അല്ലേ? പ്ലസ് 2 ഇൻറ്റു സിഗ്മ എൻ എന്താണ്? എൻ ഇൻറ്റു എൻ പ്ലസ് 1 ബൈ 2 അല്ലേ? എൻ ഇൻറ്റു എൻ പ്ലസ് 1 ബൈ 2. പിന്നെ നമ്മുടെ സിഗ്മ എന്ന് പറയുന്നത് സിഗ്മ 1 എന്ന് പറയുന്നത് എൻ. എല്ലാത്തിനും നമ്മൾ വാല്യൂ കൊടുത്തു. ഇതിലത്തെ ഈ 2ഉം 2ഉം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു എൻ എല്ലാത്തിലും ഉണ്ടല്ലോ. എന്നിനെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രൊസീജിയർ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ അത് നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ എൻ കോമൺ ആയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് നമ്മുടെ ബ്രാക്കറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. ഈ എൻ പുറത്തേക്ക് എടുത്തു. ബാക്കി എൻ പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ ബ്രാക്കറ്റ് മാറ്റുമ്പം 2n സ്ക്വയർ പ്ലസ് n പ്ലസ് 2n പ്ലസ് 1 ജസ്റ്റ് നമ്മൾ ബ്രാക്കറ്റ് മാറ്റി ഡിവൈഡഡ് ബൈ 6 പ്ലസ് ഇവിടെ n പുറത്തേക്ക് എടുത്തു അല്ലേ? ബാക്കി n പ്ലസ് 1 ഉണ്ട്. ഇവിടെ പിന്നെ ബാക്കി 1 ഉള്ളൂ. n നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? ഇതിന് വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് n പ്ലസ് 2 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇവിടെ ഞാനിത് n പ്ലസ് 2 എന്ന് എഴുതാം. n പ്ലസ് 1 പ്ലസ് 1. അപ്പോൾ അതിനെ n പ്ലസ് 2 എന്ന് എഴുതി. ഇനി നമ്മൾ 6 നമ്മളിവിടെ എൽ സി എടുക്കണം അല്ലേ? അപ്പോൾ n/4 ഇൻറ്റു 6 കോമൺ ആയിട്ട് നമ്മൾ എൽ സി എടുത്തു. അപ്പോൾ ഇവിടെ എന്തായി? 2n സ്ക്വയർ പ്ലസ് ഇവിടെ 3n ഉണ്ട് അല്ലേ? 3n പ്ലസ് 1 പ്ലസ് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 6n പ്ലസ് 12 6n പ്ലസ് 12 എന്ന് കിട്ടി. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കിയേ? നമുക്ക് ഇത് ഒരുമിച്ച് 24 എന്ന് എഴുതാം അല്ലേ? 6 4s are 24. 2n സ്ക്വയർ പ്ലസ് 3nഉം 6nഉം കൂടിയിട്ട് 9n എന്ന് എഴുതാം. 1 പ്ലസ് 12 എന്ന് പറയുന്നത് 30 എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഇതുപോലത്തെ കുറേ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് ഈ വീഡിയോയിലെ ലാസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. 26th ക്വസ്റ്റ്യൻ. ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ 26th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോ ദാറ്റ് 1 into 2 square plus 2 into 3 square plus etc. n into n plus 1 the whole square divided by 1 square into 2 plus 2 square into 3 plus etc. plus n square into n plus 1. നേരെ തിരിച്ച് അതെന്ന് പറയുന്നത് 3n plus 5 divided by 3n plus 1 ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിന് എന്ത് ചെയ്യാണ്? ഇതുപോലെ രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാണ്. പക്ഷെ നമുക്കിവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കുറച്ച് വലിയ സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? നമ്മൾ രണ്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് ചെയ്യുക. സെപ്പറേറ്റ് ന്യൂമറേറ്റർ കാണാം, പിന്നെ സെപ്പറേറ്റ് ഡിനോമിനേറ്റർ കണ്ടിട്ട് ലാസ്റ്റ് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മുടെ ന്യൂമറേറ്റർ ആദ്യം നമ്മൾ എടുക്കുകയാണ്. ഫോർ ന്യൂമറേറ്റർ ന്യൂമറേറ്റർ നമ്മൾ സെപ്പറേറ്റ് കണ്ടിട്ട് പിന്നെ ഡിനോമിനേറ്റർ കണ്ടിട്ട് പിന്നെ നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. ന്യൂമറേറ്ററിൽ ടി എന്ന് പറയുന്നത് എന്താ? നമ്മുടെ nth ടേമല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ടി എന്ന് പറയുന്നത് ഓൾറെഡി ഇവർ തന്നിട്ടുണ്ട് അല്ലേ? n ഇൻറ്റു n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. അതെന്ന് പറയുന്നത് നമുക്ക് ബ്രാക്കറ്റൊക്കെ ഒന്ന് മാറ്റണം അല്ലേ? n ഇൻറ്റു n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 ആണ്. ഇനി വീണ്ടും നമുക്ക് ബ്രാക്കറ്റ് മാറ്റണം. എന്ത് വരും? n ക്യൂബ് പ്ലസ് 2n സ്ക്വയർ പ്ലസ് n എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എസ് എൻ കാണണം അല്ലേ? നമ്മുടെ സമ്മ് കാണുമ്പോൾ എന്ത് ചെയ്യും? സിഗ്മ ടി എൻ കാണും അല്ലേ? അപ്പോൾ നമ്മളിത് ന്യൂമറേറ്ററിൻ്റെ സെപ്പറേറ്റ് ഇങ്ങനെ ചെയ്യുക. കാരണം രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ്. അപ്പോൾ സിഗ്മ ടി എൻ ചെയ്യുമ്പോൾ എന്ത് വരും? സിഗ്മ എൻ ക്യൂബ് പ്ലസ് 2 ഇൻറ്റു സിഗ്മ എൻ സ്ക്വയർ പ്ലസ് സിഗ്മ എൻ. നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി സിഗ്മ എൻ ക്യൂബ് നമുക്കറിയാമല്ലോ എന്താ? n ഇൻറ്റു n പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എന്താ നമ്മുടെ സിഗ്മ എൻ സ്ക്വയർ? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 പ്ലസ് സിഗ്മ എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1/2. അപ്പോൾ ഈ ഫോർമുലകളൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ട. എല്ലാ പ്രോബ്ലത്തിലും നമുക്കിത് അപ്ലൈ ചെയ്യാൻ വരും. അപ്പോൾ ആ വാല്യൂസൊക്കെ നമ്മളതിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് എന്തുണ്ട്? n ഇൻറ്റു n പ്ലസ് 1/2 ഉണ്ട് അല്ലേ? അപ്പോൾ അത് കോമൺ ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ബാക്കി ഇതിൽ ഒരു സെറ്റും കൂടി ഉണ്ട്, കാരണം ഇത് സ്ക്വയർ അല്ലേ? n ഇൻറ്റു n പ്ലസ് 1/2 പ്ലസ് ഇവിടെ 6ഉം 2ഉം നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 3 വരും. പിന്നെ n ഇൻറ്റു നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ട, കാരണം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇതിൽ നിന്ന് 2 നമുക്ക് പുറത്തേക്ക് എടുക്കാനുണ്ടല്ലോ. അപ്പോൾ നമ്മളത് ക്യാൻസൽ ചെയ്യാൻ നിൽക്കണ്ട. ഇവിടെ ബാക്കി എന്തുണ്ട്? ന്യൂമറേറ്ററിൽ എന്താ ബാക്കിയുണ്ടെന്ന് നോക്കാം. n ഇൻറ്റു n പ്ലസ് 1 കഴിഞ്ഞു. അപ്പോൾ 2 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6ൽ 2 കഴിഞ്ഞിട്ട് ബാക്കി 3.
നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 അവിടുന്ന് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അത് കാരണം നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. പ്ലസ് ഇവിടെ പിന്നെ എല്ലാം എടുത്തു ബാക്കി 1 മാത്രമേ ഉള്ളൂ. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ഇനി ഇവിടെ 2 × 3 6 നമുക്കിവിടെ LC ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ n × n+1/2 കോമൺ ആയിട്ട് അവിടെ ഉണ്ട്. 6 ഞാൻ LC എടുക്കുകയാണെങ്കിൽ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ 3n × n+1 പ്ലസ് ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 2n+1 പ്ലസ് ഇവിടെ മൊത്തം 6 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ഞാൻ ബ്രാക്കറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. n × n+1/2 ഇൻറ്റു ഇവിടെ എന്ത് വരും 3n² പ്ലസ് 3n വരും പ്ലസ് ഇവിടെ 8n + 4 വരും പ്ലസ് 6 ഡിവൈഡഡ് ബൈ 6. നമുക്കതൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. n × n+1/12 എന്ന് എഴുതിക്കൂടെ നമുക്ക്. 12 ഇവിടെ എന്ത് വരും 3n² പ്ലസ് 11n വരും അല്ലേ. 3n² പ്ലസ് 11n പ്ലസ് എത്ര വരും പിന്നെ 10 വരും. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റുമോ എന്ന് നോക്കാം. നമ്മൾ 11n നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ സ്പ്ലിറ്റിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട്. 3n² പ്ലസ് നമ്മളിതിനെ 6n + 5n എന്ന് പറഞ്ഞിട്ട് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു പ്ലസ് 10 അങ്ങനെ തന്നെ എഴുതി. വിച്ച് ഈസ് ഈക്വൽ ടു n × n+1/12 ഇൻറ്റു ഈ 2 ടേം ഒരുമിച്ച് എഴുതുക, ഈ 2 ടേം ഒരുമിച്ച് എടുക്കുക. ഇതിൽ നോക്കിയേ 3n കോമൺ ആയിട്ടുണ്ട്. ബാക്കി ഇവിടെ എന്തുണ്ട് 3 എടുത്തു ഒരു n എടുത്തു ഇവിടെ ഒരു n ഉണ്ട് പ്ലസ് n എടുത്തു 6ൽ ബാക്കി ഒരു 2 ഉണ്ട് n+2 വരും അല്ലേ. ഇനി ഇവിടെയാണെങ്കിലോ ഒരു 5 പുറത്തേക്ക് എടുക്കാം. ബാക്കി ഇവിടെ n+2 ഉണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു n × n+1/12 ഇൻറ്റു ഈ 2 എണ്ണത്തിൽ നിന്നും n+2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ ബാക്കി എന്തുണ്ട് ഇവിടെ 3n അവിടെ 5 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. n × n+1 ഇൻറ്റു n+2 ഇൻറ്റു 3n + 5 ഓൾ ഡിവൈഡഡ് ബൈ 12 ആണ് കേട്ടോ. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ന്യൂമറേറ്ററിന് നമുക്ക് കിട്ടിയതാണ്. ഇതേപോലെ തന്നെ നമ്മൾ ഡിനോമിനേറ്ററിൻ്റെ ചെയ്യണം. ഇനി നമുക്ക് ഫോർ ഡിനോമിനേറ്റർ ഡിനോമിനേറ്ററിൽ നമ്മുടെ tn എന്താ അത് അവർ തന്നിട്ടുണ്ട്. എന്താണ് n² ഇൻറ്റു n+1 നമ്മുടെ ലാസ്റ്റ് ടൈമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ ഒന്ന് ബ്രാക്കറ്റ് മാറ്റാം. n³ പ്ലസ് n². ഇനി എന്ത് ചെയ്യണം നമ്മൾ SN കാണണം അല്ലേ. നമ്മുടെ സിഗ്മ tn അതായത് സിഗ്മ n³ പ്ലസ് സിഗ്മ n². ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്ത് അതേപോലെ തന്നെ പോവുക. നമ്മുടെ n³ എന്താ സിഗ്മ n³ എന്ന് പറയുന്നത് n × n+1/2 the whole square പ്ലസ് സിഗ്മ n² എന്ന് പറയുന്നത് എന്താണ് n × n+1 ഇൻറ്റു 2n + 1 ഡിവൈഡഡ് ബൈ 6. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ആയിട്ടുള്ളത് എന്താണുള്ളത് n × n+1/2 രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. ബാക്കി ഇവിടെ എന്തുണ്ട് n × n+1/2 ആദ്യത്തെ ടേമിലുണ്ട് പ്ലസ് ഇവിടെ ഇനി നമുക്ക് 2n + 1 ഉണ്ട് ബൈ 3 വരുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ 6 ഇവിടെ LC ആയിട്ട് എടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ n × n+1/2 ഇവിടെ നിർത്തുക. നമുക്കിവിടെ 6 LC ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3n × n+1 പ്ലസ് ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 2n + 1 ഡിവൈഡഡ് ബൈ 6 വിച്ച് ഈസ് ഈക്വൽ ടു n × n+1/12 എന്ന് ഒരുമിച്ച് എഴുതാം അല്ലേ. ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് മാറ്റാം. 3n² പ്ലസ് 3n പ്ലസ് 4n പ്ലസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു n × n+1/12 ഇൻറ്റു ഇതെന്ത് വരും 3n² പ്ലസ് 7n പ്ലസ് 2 എന്ന് കിട്ടി. എന്ത് കിട്ടി? 3n² പ്ലസ് 7n പ്ലസ് 2 എന്ന് കിട്ടി. ഇനി അതിനെ നമുക്കിവിടെ നിന്ന് മാറ്റി എഴുതാം. n × n+1/12 ഇൻറ്റു 3n² നമ്മുടെ സ്പ്ലിറ്റിംഗ് മെത്തേഡ് എന്താ 6n. ഇവിടെ 3 കാണുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കുക 6n പ്ലസ് n അല്ല അപ്പോൾ 7n ആയില്ലേ പ്ലസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു n × n+1/12 അങ്ങനെ എഴുതി. ഈ 2 ടേം ഒരുമിച്ച് എടുക്കുക. അതിൽ നമുക്ക് 3n കോമൺ ആയിട്ട് എടുക്കാം. 3n എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഒരു n ഉണ്ട് ഇവിടെ ഒരു 2 ഉണ്ട്. പിന്നെ ബാക്കി മറ്റേതിൽ n+2 കോമൺ ആയിട്ടൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ തന്നെ എഴുതി ആക്കി. n × n+1/12 അതുപോലെ തന്നെ എഴുതുക. 2ൽ n+2 ഉണ്ട് അത് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ബാക്കി ഇവിടെ 3n ഇവിടെ എന്ത് എഴുതണം +1 ആണ് കേട്ടോ. നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് കിട്ടി? n × n+1 ഇൻറ്റു n+2 ഇൻറ്റു 3n + 1 ഡിവൈഡഡ് ബൈ 12 എന്ന് കിട്ടി. ഇതോടുകൂടി നമ്മുടെ ആൻസർ അവസാനിച്ചോ? ഇല്ല. ഇനി നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂടി ഒരുമിച്ച് ചെയ്യണ്ടേ. ഒരുമിച്ച് നമ്മുടെ tn എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ആദ്യത്തെ എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നത്? ആദ്യത്തെ നമ്മുടെ
ടി എന്ന് പറയുന്നത് ഇതാണ്. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 നമുക്ക് എഴുതാം. അത് ആദ്യം എഴുതാം. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 ഇൻറ്റു എന്തായിരുന്നു 3n പ്ലസ് 5. 3n പ്ലസ് 5 ഡിവൈഡഡ് ബൈ 12. ഈ ഓൾ ഡിവൈഡഡ് ബൈ നമുക്ക് ഈ ടേം ഡിനോമിനേറ്ററിൽ നമുക്ക് കിട്ടിയത് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 ഇൻറ്റു 3n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 12. ഈ 12ഉം 12ഉം കോമൺ ആയിട്ട് കളഞ്ഞു. n പോയി, n പ്ലസ് 1 പോയി, n പ്ലസ് 2 പോയി, ബാക്കി എന്തുണ്ട് 3n പ്ലസ് 5 ഡിവൈഡഡ് ബൈ 3n പ്ലസ് 1. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. 3n പ്ലസ് 5 ബൈ 3n പ്ലസ് 1 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അത് നമ്മളവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ എക്സസൈസിൽ 21 മുതൽ 26 വരെയുള്ള 6 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി ഒരു 6 ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു വലിയൊരു എക്സസൈസ് ആണ്. അപ്പോൾ ഈ പഠിപ്പിക്കേണ്ടതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? അങ്ങനെ മനസ്സിലാവുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി 6 ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. താങ്ക് യു.